ക്രിക്കറ്റ് ടീം പുതുവർഷത്തിലേക്ക് കടക്കവേ വമ്പൻ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുകയാണ് BCCI. T20 ലോകകപ്പ് കിരീടത്തിന് ശേഷം രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരുന്നു. പകരം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ പ്രകടനം ശരാശരി നിലവാരത്തിലായതിനാൽ തന്നെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഗംഭീറിനെ മാറ്റാനുള്ള സാധ്യതകൾ ഉയർന്നിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ താരവും നിലവിലെ ദേശീയ ക്രിക്കറ്റ് തലവനുമായ VVS ലക്ഷ്മണനെ മുഖ്യ പരിശീലകനാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇതിനോടകം പരിശീലക റോളിൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ലക്ഷ്മണിന്റെ വരവ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും ലക്ഷ്മൺ പരിശീലകനായാൽ ഇന്ത്യൻ ടീമിൽ ചില വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കും. ഇന്ത്യക്കായി T20 ഓപ്പണർ റോളിൽ മികച്ച പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെക്കുന്നത്. 3 സെഞ്ചുറി ഉൾപ്പെടെ നേടി കസറാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. ഗൗതം ഗംഭീർ പരിശീലകനായതോടെയാണ് സഞ്ജുവിന് ഓപ്പണർ റോളിൽ അവസരം ലഭിച്ചതും പിന്തുണ ലഭിച്ചതും. എന്നാൽ ഗംഭീർ മാറി ലക്ഷ്മണൻ ഇന്ത്യയുടെ പരിശീലകനായാൽ സഞ്ജുവിന് പിന്തുണ നൽകാൻ സാധ്യത കുറവാണ്. ഓപ്പണർ റോളിൽ നിന്ന് സഞ്ജു മാറ്റപ്പെടാൻ സാധ്യതയും കൂടുതലാണ്. യശസ്വി ജയ്സ്വാളിനൊപ്പം ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണറായി പ്രതീക്ഷിക്കാം. കടന്നാക്രമിച്ച് കളിക്കുന്നവരെയാണ് T20യിൽ വേണ്ടതെങ്കിലും സഞ്ജുവിനെ പോലെ സ്ഥിരത പ്രശ്നമുള്ള താരങ്ങളെ ലക്ഷ്മൺ അധികം പിന്തുണച്ചേക്കില്ല. എന്തായാലും ലക്ഷ്മൺ പരിശീലകനായാൽ സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ടാവില്ല എന്നാണ് നിസ്സംശയം പറയാവുന്നത്. ഇന്ത്യയുടെ അടുത്ത T20 നായകൻ ആവേണ്ടിയിരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. എന്നാൽ ഗംഭീർ പരിശീലകനായപ്പോൾ സൂര്യകുമാർ യാദവിനെ T20 നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യയുടെ പ്രകടനം മികച്ചതാണ്. എന്നാൽ ലക്ഷ്മൺ പരിശീലകനായാൽ ഹാർദിക് പാണ്ഡ്യ വീണ്ടും T20 നായകനാവാൻ സാധ്യതയുണ്ട്. ലക്ഷ്മണും ഹാർദിക്കും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. ഇതിനോടകം ലക്ഷ്മണന്റെ പരിശീലനത്തിന് കീഴിൽ ക്യാപ്റ്റനായ ഹാർദിക് കളിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ഈ ബന്ധം വീണ്ടും ഹാർദിക്കിനെ നായക സ്ഥാനത്തേക്ക് എത്തിച്ചേക്കും. IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് ഹാർദിക് പാണ്ഡ്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ T20 നായക സ്ഥാനത്തേക്ക് ഹാർദിക്കിനെ തിരികെ എത്തിക്കാൻ മുംബൈ ലോബിയുടെ ഇടപെടലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ മാറ്റത്തിന് സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ സീനിയർ താരങ്ങളും ഗൗതം ഗംഭീറും തമ്മിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നതയിലാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ റൂമിലെ സാഹചര്യം അത്ര മികച്ചതല്ല. ഇന്ത്യയുടെ പല സീനിയർ താരങ്ങളും മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ലക്ഷ്മൺ പരിശീലകനായാൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും കൂടുതൽ പിന്തുണ നൽകും. ചാമ്പ്യൻസ് ട്രോഫിയിലും ഇരുവരെയും കളിപ്പിക്കാൻ ലക്ഷ്മണൻ തയ്യാറായേക്കും. ഫോമിലേക്ക് തിരിച്ചെത്താൻ കൂടുതൽ തുടർ അവസരങ്ങൾ നൽകുമെന്ന് ഉറപ്പാണ്. ലക്ഷ്മണന്റെ ശൈലി പഴയ ക്ലാസിക് രീതിയിലുള്ളതാണ്. അദ്ദേഹം പരിശീലകനായാൽ ഇന്ത്യയുടെ ടീമിന്റെ പ്രകടനം മെച്ചപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പരിമിത ഓവറിലെ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടതാണ്.